വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വേറൊന്നല്ല, നമ്മുടെ കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾസ് അത് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാമെന്ന് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസ് അല്ലേ. അപ്പോൾ ചിലവർക്ക് കണ്ണിന് താഴെയായിരിക്കും, ചിലവർക്ക് മേലിലുണ്ടാവും, ചിലവർക്ക് കണ്ണിന് ചുറ്റും ഉണ്ടാവും. എനിക്കൊക്കെ കണ്ണിന് ചുറ്റുമുണ്ട്. അപ്പോൾ നമ്മൾ അതിനൊക്കെ ഇപ്പോൾ ഒരുപാട് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട്. അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് മായ്ച്ച് കളയാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും ചെയ്യേണ്ട, നമുക്ക് നേച്ചുറലായിട്ട് എങ്ങനെ നമുക്ക് ഡാർക്ക് സർക്കിൾസ് മാറ്റിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് ഒരുപാട് റെമഡീസ് ഉണ്ട്. അതിലൊരു റെമഡിയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്നും കൂടി എന്നെ അറിയിക്കണേ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു റെമഡിയാണിത്. ഇത് ബ്ലാക്ക് ടീ ആണ്. അപ്പോൾ ബ്ലാക്ക് ടീ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതാണിത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ബ്ലാക്ക് ടീയുടെ കളർ എന്തെങ്കിലും പാലൊക്കെ ഒഴിച്ചതുപോലെ. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ ആയത്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ടീ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചതിന് ശേഷം വേണം നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ബ്ലാക്ക് ടീ ഇതുപോലെ തണുപ്പിച്ചെടുത്തത്, പിന്നെ നമുക്ക് കുറച്ച് കോട്ടൺ, ഒന്നുകിൽ കോട്ടൻ്റെ തുണിയോ എന്തെങ്കിലും നല്ല വൃത്തിയുള്ള തുണി മതി, അല്ലെങ്കിൽ ഇതുപോലത്തെ കോട്ടൺ വാങ്ങിക്കുക, നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കോട്ടൺ. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പം നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്ത നമ്മുടെ ബ്ലാക്ക് ടീ എടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഇതുപോലത്തെ നമ്മുടെ കോട്ടൺ എടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമ്മൾ ഇതിലോട്ട് മുക്കി വെക്കുക. നന്നായിട്ട് ബ്ലാക്ക് ടീയിലോട്ട് മുക്കിയിട്ട് കുറച്ചൊന്ന് പിഴിഞ്ഞെടുക്കുക, അതിൻ്റെ അധികമുള്ള വെള്ളമൊന്ന് കളയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിത് നമ്മുടെ കണ്ണിനിങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്ക് ഒരേ സമയം നമ്മുടെ രണ്ട് കണ്ണിനും ഒരേ സമയം തന്നെ വെക്കാം. അപ്പോൾ നമ്മളിതുപോലെ ഒരു പീസ് കൂടെ കോട്ടൺ പാഡ് എടുത്തിട്ട് ഇതുപോലെ ബ്ലാക്ക് ടീയിൽ ഡിപ്പ് ചെയ്ത് നമ്മുടെ കണ്ണിനും രണ്ട് കണ്ണിലും വെച്ചിട്ട് ഇത് നമ്മൾ ഒന്നുകിൽ നമ്മൾ കിടന്നിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ചെയറിൽ ഇതുപോലെ ചാരി ഇരുന്നിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ റിലാക്സ് ചെയ്തിരിക്കുന്ന സമയം, അതായത് നമ്മൾ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സമയം റിലാക്സ് ചെയ്തിരിക്കുമല്ലോ, ആ സമയത്തൊക്കെ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അതിനായിട്ട് പ്രത്യേകിച്ച് സമയം കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് എല്ലാ ദിവസവും നിങ്ങൾ ഇതുപോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ട് കണ്ണിലൊന്ന് വെച്ച് കൊടുക്കാം. കോട്ടൺ പാഡ് നമ്മൾ ബ്ലാക്ക് ടീയിൽ മുക്കിയിട്ട് നമ്മുടെ രണ്ട് കണ്ണിലും വെച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മൾ രണ്ട് കണ്ണിലും വെച്ചിട്ട് നമ്മളൊരു 10 മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് കിടക്കണം. അപ്പോൾ കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ ആ തണുപ്പൊന്ന് കുറയുന്നത് പോലെ തോന്നും. അപ്പോൾ നമ്മളൊന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് എടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ബ്ലാക്ക് ടീയിൽ ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും വെച്ച് കൊടുക്കുക. വീണ്ടും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് വീണ്ടും വെച്ച് ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ണിന് നല്ലൊരു എന്താ പറയുക, നല്ല തണുപ്പായിരിക്കും. നല്ല റിലാക്സ് ചെയ്തിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു സ്ട്രെസ്സൊക്കെ നമുക്ക് നന്നായിട്ട് കുറഞ്ഞതുപോലെ ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും ഒരു 1 വീക്കെങ്കിലും ഇത് ചെയ്ത് നോക്കണം. അപ്പോൾ 1 വീക്ക് ചെയ്താലേ ഇതിൻ്റെ ഗുണമുള്ളൂ. അല്ലാതെ ഒരു ദിവസമോ 2 ദിവസമോ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. 1 വീക്ക് എന്തായാലും നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വലിയ ജോലിയൊന്നുമില്ല. നമ്മൾ എപ്പോഴും ചായ ഉണ്ടാക്കാറുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ ആ ചായ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ബ്ലാക്ക് ടീ നമ്മൾ ഇതുപോലെ മാറ്റി വെച്ചാൽ മാത്രം മതി. അതിനായിട്ട് പ്രത്യേകിച്ച് ടൈമൊന്നും വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ ടീ ബാഗ് ആയാലും മതി. ടീ ബാഗ് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം, ടീ ബാഗ് നമ്മൾ ചായ ഉണ്ടാക്കിയതിന് ശേഷം ഫ്രീസറിലോട്ട് വെക്കുക. നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം രണ്ട് കണ്ണിലും ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.